ചെങ്കോട്ട എത്തി കേട്ടോ. ഇത് ആരാ ഇവിടെ നിന്ന് വിളിച്ചു പോകുന്ന? പിന്നെ ട്രെയിന് കയറാനുള്ള തിരക്കാണോ? എൻ്റെ പള്ളി ആള് ദൈവം ഇല്ല, ആള് ഇറങ്ങാൻ നിൽക്കുന്നില്ല, കയറി കിടന്നു. ചെങ്കോട്ടയിലെ ഫ്രഷ് മണം. ബാബാ കുഞ്ഞിനെ പോലെ അവർ നോക്കുന്നത്. അവർക്ക് സീറ്റ് പിടിക്കാൻ വേണ്ടിട്ടേ ഓടി ഇടിക്കുവാ. ഞാൻ കുഞ്ഞെന്ന് പറയോ, ഒന്നങ്ങ് ഇടിക്കുവാ. അവര് നോക്കുന്നില്ല, മൊത്തം ഒഴിഞ്ഞെടുക്കും. ചിലവർക്ക് വെപ്രാളം സീറ്റില്ലാത്തതിന്. ഫസ്റ്റ് നമ്മളെല്ലാം എടുത്തില്ലേ? എല്ലാം എടുത്ത്. അച്ഛൻ ഇവിടെ എത്തിയില്ല, നമ്മളിവിടെ പോസ്റ്റ് അടിക്കണം ഗൈസ്. അച്ഛനെ വിളിച്ചോട്ടെ, വിളിക്ക്. ഇപ്പൊ നമ്മള് ചെങ്കോട്ട ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 4 മണിയായി. നല്ല വിശപ്പായ കേട്ടാ, നല്ല വിശപ്പുണ്ട്. ഇവിടെ നമ്മളെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിന് നേരെ തെങ്കാശി മധുരയ്ക്കുള്ള ട്രെയിനാണ്. അതാണ്ട് മധുരൈ ടു ഗുരുവായൂർ ഗൈസ്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഈ ട്രെയിൻ നിർത്തിയിട്ടിട്ട് അങ്ങോട്ട് ഒരു ഗുരുവായൂർ ട്രെയിൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് നമ്മളവിടെ 4 മണി പുല്ലൂരൊക്കെ ആകുമ്പോൾ ഗുരുവായൂർ എത്തുന്ന ആ ട്രെയിനാണ്. 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഗുരുവായൂർ ട്രെയിൻ അവിടെ എത്തുന്നുണ്ട്. അപ്പം എന്തെങ്കിലും വേണോ? ശങ്കരൻ കോവിൽ രാജപാളയം. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നെ ഇത്രയും സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത്. കുറെ വാട്ടർഫാൾ ഉണ്ട്. നമ്മുടെ 13 പാലം. 13 പാലം. പിന്നെ ഇവിടെ വെച്ചിരുന്നത് തെന്മല ഡാം. നമ്മള് ലുക്കോട്ടി പോത്തില്ലേ വീഡിയോ എടുക്കാൻ. ഈ ഒരു ലൊക്കേഷനിലുള്ള അത്യാവശ്യം 20-25 കിലോമീറ്ററിലെ സറൗണ്ടിങ്ങിലുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അയ്യോ ചെങ്കോട്ടൈ വേപ്പാണ്, ഫുള്ള് വേപ്പാണ്. തൽക്കാലത്തേക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, പുറത്ത് വീടല്ലേ. ഓ എന്തൊരു വാ നിന്റെ. അമ്മ എല്ലാവരോടും നിന്ന് പരിചയം പോയിക്കുന്നെന്ന് തോന്നുന്നു. പഴയ കമ്പനിക്കാരൊക്കെ ആയിരിക്കും. വണ്ടി വന്നു. ഇപ്പൊ വരും, കറങ്ങി വരും. കറക്റ്റ് ടൈം ഗൈസ്. വണ്ടി കണ്ടപ്പോ എന്തോ സന്തോഷം. നീ ട്രെയിനിൽ തന്നെ വിടാൻ മധുരയ്ക്ക്. അയ്യോ മതി. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിലെ യാത്ര? ഇങ്ങോട്ടെ ചോദിക്കട്ടെ, ഇങ്ങോട്ട് ചോദിക്കുന്നതിന് ഞാൻ അങ്ങോട്ട് ചോദിച്ചേ. അച്ഛന്റെ പഴയ ഫ്രണ്ട്സാ. ശരിയാണ്, ബൈ. താങ്ക മാട്ടെ അണ്ണ അടിപൊളി അണ്ണ. ട്രാഫിക് പോലീസ് അടിച്ച് കിണ്ടിയായിട്ടിരിക്കണ നട്ടുച്ചക്ക്. ഇത് അച്ഛന്റെ സ്ഥലം കാലാങ്കര ചെങ്കോട്ട. ഇവിടെ ചിക്കന് 86 രൂപ ഗൈസ് അവിടെ എഴുതി വെച്ചത്. അയ്യോ ഇത് ലാഭമല്ലേ. ഇറച്ചി മാത്രം 180 രൂപ കിലോ. കോഴിക്ക് 86 രൂപ. നമ്മളിപ്പോ വല്ലത്ത്. നമ്മള് മൃദുലയുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണ്. അതായത് അച്ഛന്റെ ചേച്ചി മൃദുല ഇവിടെയാണ് ജനിച്ച് വളർന്നത്. മൃദുലയുടെ സ്ഥലമാണ്. കല്യാണത്തിന് മുന്നേ ഇടയ്ക്ക് 2-3 ദിവസം ഇവിടെ രാജപാളയം ഗൈസ്. എന്റെ പൊന്നെ, അത് രാജപാളയാണ്. ഭയങ്കര ആരോഗ്യമാണ്. എന്റെ ഫ്രണ്ടാണ് പോയി കടിച്ച് കീറിയത്. ഉപ്പ് കഴിക്കുമ്പോഴത്തേക്കാണ്. ചെന്ന് നോക്കാം അങ്ങോട്ട്. മാങ്ങയുണ്ട്, മാന്തോപ്പാണ്. ഇത് ഫുൾ എവരുടെയാണ് കേട്ടോ. അങ്ങോട്ടുണ്ട്. പക്ഷെ മാങ്ങ സീസൺ അല്ലെന്ന് തോന്നുന്നു. മാങ്ങ പൂത്ത് കിടക്കുന്നില്ല, മാങ്ങ ഇല്ല ഇതിനകത്ത്. മാങ്ങയാണോ? ഞാനത് എന്താ വലുത് നോക്കിയത്. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയുണ്ട്. ഇവിടെ നല്ല അതിമനോഹരമായ നെൽപ്പാടങ്ങൾ കണ്ടു സുഹൃത്തുക്കളെ. അടിപൊളിയായിട്ടോ, സൂപ്പർ. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം പുതിയ ടാറാണ്. ഇപ്പം ടാറിട്ടേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളി റോഡ്. താഴെ പോകരുത്. ഇത് എർത്തടിക്കുമെന്ന് വെച്ചാ ഇല്ല, അങ്ങനെ അറിയത്തില്ല. ഇതാ നമ്മള് തിന്നുന്ന നെല്ല് തിന്നുന്ന അരി. എന്തോ പറയാ. ഓ വാട്ട് എ ബ്യൂട്ടി. ഞാൻ സണ്ണിന്റെ കാര്യം പറഞ്ഞു. ശിവണേ ആരംഭിച്ചിരുന്ന ഇപ്പൊ കടന്നേനെ അതിന്റെ കൂട്ടത്തി. അയ്യോ പോയി, സൂര്യൻ പോയി, മറഞ്ഞു പോയി. നമുക്കിനി എത്ര പെട്ടെന്ന് അങ്ങ് പോവാം. ലൈറ്റ് പോകാം കേട്ടോ. നമുക്ക് ഗോപുരത്തിനും കൂടി പോയിട്ടതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. ഗോപുരം കൂടി കാണണം അല്ലേ. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ സുഹൃത്തുക്കളെ? തെങ്കാശി ഗോപുരം. യെസ്.
പെട്ടെന്ന് മനസ്സിൽ ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര തിരക്കും ഭയങ്കര ക്രൗഡും. നമ്മള് കണ്ട് നമ്മളൊന്നും കണ്ടില്ല. നമ്മളൊന്നും കണ്ടില്ല. നമ്മള് നല്ല ഉറക്കമായിരുന്നു. പശുവിന്റെ സൈസാണ് ഗൈസ്. സൈസ് എമറ സൈസ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ. കണ്ടോ, അതെന്തായാലും തമിഴ് എഴുതിയിരിക്കണ എന്തൊരു പസുമൈ 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 കടി പസുമൈ കായ്കറി. ഓ കായ്കറി ഗൈസ്. ഇവിടെ സ്വാമിമാര് ശരിക്കും ഉണ്ട് കേട്ടോ. ഒക്കെ സ്വാമിയാരെ വണ്ടിയാ. തിരക്ക് നല്ല തിരക്കുണ്ട്. അതിലെ മുല്ലപ്പൂ വേണോടി? മുല്ലപ്പൂ വേണ്ട. തലയിലൊക്കെ ചൂട്. തമിഴ്നാട്ടിൽ വന്നിട്ട് മുല്ലപ്പൂ ചൂടില്ലെങ്കിൽ ഇവിടെ വണ്ടി ഗൈസ്, വണ്ടി പാർക്ക് ചെയ്യണ വന്നൊരു ടാസ്ക് ആണ്. വണ്ടി നമ്മൾ പാർക്ക് ചെയ്യണ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം റോഡിനൊന്നും വലിയ വീതിയും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ പോവാട്ടാ. ഈ പാനിപ്പൂരി വേണോ? പാനിപ്പൂരി? അയ്യോ വേണ്ടായേ. ആ അണ്ണൻ നല്ലോണം ഉണ്ടാക്കുന്ന കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണ്ടാത്തോണ്ട് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട്. നമ്മളിങ്ങനെ സ്ട്രീറ്റിലൊക്കെ വരുമ്പോ സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നീ നിന്നിട്ടാ തിന്നത്. നീ എന്നെ എവിടാടി വിളിച്ചോണ്ട് പോണേ ഈ രാത്രിയിൽ ഈ തമിഴ്നാട്ടിലെ ഈ വഴിയോരങ്ങളിൽ കൂടെ? അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് പാട്ട് കേട്ടോ. പക്കാ സ്ട്രീറ്റ് ഗൈസ്. വാ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ. പിന്നെ തമിഴ്നാട്ടിൽ വന്ന് എന്ത് എക്സ്പ്ലോർ ചെയ്യുന്ന മോൻ? വാ. ഇത് ക്ഷേത്രം കേട്ടാ. നോക്കടി, എല്ലാ ഇടുക്കിടുക്ക് വഴികളില് ഇവിടോട്ട് കുറെ വീടുകളുണ്ട്, അവിടോട്ട് കുറെ. എല്ലാം ഇടുങ്ങി ഇവര് താമസിക്കുമ്പോ ഒന്നിച്ചങ്ങ് താമസിക്കുവേ. എന്നിട്ട് കൊറേ ഏരിയ അങ്ങ് തരിശായിട്ട് കൊറേ അങ്ങ് ഇട്ടേക്കും. നമ്മള് കല്യാണം വരുന്ന ഉച്ച തൊട്ട് ഓരോടത്ത് വരുന്ന കല്യാണത്തിന് ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലേ അല്ലേ? അത് ഒരു വർഷമായപ്പോഴാ വരുന്നത്. കോയിൻ പൊറോട്ടയും പിന്നെ കൊത്തുപൊട്ട ചിക്കനും അവിടുത്തെ സ്പെഷ്യൽ ഗ്രേവി. ഇവിടെ ഫുള്ള് കട ഇങ്ങനത്തെ കടകളല്ലേ? ഇങ്ങനത്തെ ചെറിയ പൊറോട്ട. എത്ര എണ്ണം ഉണ്ട്? നിങ്ങൾ തമിഴത്തെ ഭാഷയിലെത്തോളം ഞാൻ മിണ്ടായിരിക്കുന്നത്. എനിക്കൊരു വിഷം വേണം, ചുമ്മാ സംസാരിക്കുക. വീട്ടിൽ വെച്ച ചിക്കൻ കറി മനസ്സിലാവും. അങ്ങോട്ട് സംസാരിക്കാൻ മലയാളം സ്പീഡിന് പറഞ്ഞ മനസ്സിലാവത്തില്ല. നിങ്ങളും തമിഴിൽ സ്പീഡാ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. മൊത്തം ഒരു ജഗ പോകാം. ഒരു സ്ലാങ് ഉണ്ടല്ലോ അച്ഛൻ സംസാരിക്കുന്ന. കഴിച്ചു വരാം. വണ്ടിക്കകത്ത് തവള കഴിച്ചു. പോകുന്നില്ലല്ലേ? പോകുന്നില്ല. തുറന്നു കൊടുത്താൽ കേറും. തവള ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ വരുമെന്ന് തോന്നുന്നു. കേരളത്തിൽ കാണും കേട്ടോ. കേരളത്തിൽ വരുമെങ്കിൽ ഞാൻ കാണിക്കാം അപ്പം കേട്ടോ. ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം അത് പിറ്റേന്നായിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇന്ന് രാവിലെ തൊട്ട് ഓട്ടോ ആയിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിന്റെ എന്താ പറയണ മുതലേ ഈ കറണ്ട് കുറച്ച് നമ്മളെ ഈ ബിൽഡിങ്ങിന്റെ കുറച്ച് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആഡ് ചെയ്തില്ല. നമ്മളെ അഡ്രസ്സൊക്കെ ഇപ്പോഴും നമ്മുടെ പഴയ അഡ്രസ്സാണ്. അപ്പൊ നമ്മൾ അതൊക്കെ പുതിയതായിട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മള് ഗ്യാസിന് കണക്ഷൻ എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോർമാലിറ്റീസ്. അതുപോലെ നമ്മൾ ആ നേരത്തുള്ള വില്ലേജ് ആയിരുന്നു. നമുക്കിനി അതെല്ലാം ഇവിടുത്തെ കോർപ്പറേഷനിലോട്ട് ആക്കണം. അതുപോലെ കുഞ്ഞിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കുകളുണ്ട്. ആധാർ എടുക്കണം, അതിനാദ്യം നമ്മുടെ ആധാർ മാറ്റണം. കുറെ ജോലി ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിനൊക്കെ ഇന്ന് രാവിലെ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിട്ട് വന്ന് പുതിയ വൈകിട്ടായി. ഈ അലവേര എടുത്ത് നമുക്ക് എല്ലാം നമുക്ക് ചെടി വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ വലിയ വെയിലടിക്കത്തില്ല. അല്ലെങ്കിൽ മൃതലേ നമുക്ക് ഇത് കീഴ് വെച്ചപ്പോരേ. വേണ്ട, നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെയാണ് ചെടി. മതിലിന്റെ മണ്ടയിൽ ഈ ചെടി വെക്കുന്ന ഒരു പഴയ പരിപാടി. എനിക്ക് എന്നോട് താല്പര്യം. മതിൽ എപ്പോഴും ഇങ്ങനെ പ്ലെയിൻ എന്ത് പറയാണ് അതുപോലെ അപ്പീലില്ല ഇല്ലേ? മണ്ണിൽ നടണ്ട. ഇപ്പം കുറച്ച് ദിവസം തിരിക്കട്ടെ, നമുക്ക് പിന്നെ നടാം മണ്ണില്. ക്വസ്റ്റ്യൂം എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? അടിയിൽ നീല ബെന്നി ഉണ്ടാകും, കാണുന്നില്ല. ഇച്ചിരി വലുതാ. എങ്ങനെയുണ്ട്? ഇപ്പൊ ഭയങ്കര ചിരിയും കാര്യം പറച്ചിലൊക്കെ കേട്ടോ. ഇപ്പൊ ചില നേരത്തെ കരയുമ്പോ അമ്മ അമ്മ. ഇന്ന് കരഞ്ഞപ്പോ അമ്മ വിളിച്ച് കരഞ്ഞു. ആരും വിശ്വസിക്കൂല പറഞ്ഞ.
നമ്മളിട്ടാലും പറയാം തള്ളാന്ന് പറയും. നമുക്ക് കേൾക്കുമ്പോ അങ്ങനെ ഫീൽ ചെയ്യും. അമ്മ അമ്മ ഇങ്ങനെ പറഞ്ഞ അമ്മാന്ന് വിളിച്ച് കരഞ്ഞ്. അതെ, ഇതിന് മുന്നേ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച അവൻ കരയുന്നതിന്റെ ഇടയ്ക്ക് കേൾക്കുന്നതായിരിക്കും. നല്ല പോലെ വിളിച്ച് അമ്മാന്ന് വിളിച്ച് കരഞ്ഞു. പക്ഷെ ആരും വിശ്വസിക്കില്ല, തള്ളാതെ പറയും. ചിലപ്പോ നമുക്ക് അങ്ങനെ കേൾക്കുന്നതായിരിക്കാം, തോന്നിയായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നല്ലപോലെ വിളിച്ചല്ലേ. ടാറ്റപ്പാം ടാറ്റപ്പാം ടാറ്റപ്പാം. നിന്റെ കൈ കൊണ്ട് തന്നെ നടുക, നിനക്ക് ഭയങ്കര ഐശ്വര്യം എന്നിട്ട് പറയണം. ഞാൻ നട്ടാ കിളിക്കും. എല്ലാവർക്കും പറിച്ചില്ല, ഞാൻ നട്ടാ കിളിക്കും. 4 എണ്ണം. എന്നിട്ടേ എടി ഞാൻ പറഞ്ഞ ക്രിസ്മസ് ട്രീ നമുക്ക് ഫ്രണ്ടിൽ നടാം. ആ മൂലയ്ക്ക്. പക്ഷെ ഹൈറ്റിൽ പോണല്ലേ ഇത്. കൊള്ളാല്ലേ കയറി പോണാണേ. ചെറുതാ, പാവം കളയാൻ തോന്നുന്നില്ല. കളയാം, കാരണം ഈ ചെറുത് വലുതാവുമല്ലോ. ഇതിനെ ഫ്രൈ ചെയ്യും ചിലര് തന്നെ, കൊറിയൻ കറി, ജപ്പാനീസുകാരൊക്കെ. അയ്യോ, ഈ ഒച്ചിനെ ഇതിനകത്ത് നല്ല കുരുമുളക് കിട്ടണ്ടല്ലോ, വറ്റൽമുളക് കിട്ടുന്ന സൂപ്പറാ. ഈ ഒച്ചിനെ മുഖത്ത് വിടും, അതറിയാമോ? ഈ സ്നെയിലിന്റെ ഇത് സെറം എന്തോ വിലയാന്നറിയാമോ? ഒച്ചിന്റെ സെറോ? ആ, ഒച്ചിന്റെ സെറം ഭയങ്കര വിലയാ. അടിപൊളി സാധനം. ഇത് ഫേഷ്യലിന് വേണ്ടി യൂസ് ചെയ്യും. കളയണ്ടായിരുന്നത് അടിച്ചടിച്ചിന്റെ മുഖത്ത് ഇടായിരുന്നു. അത് വേണ്ട, മുഖത്ത് വിടും. ആ ഒച്ചിങ്ങനെ നടന്ന് അതിന്റെ ആ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് ഫേസിന് നല്ലതെന്നാ പറയുന്നത്. ഉദ്ഘാടനം നല്ലപോലെ വരണേ. പൂവും കായൊന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങനെ വളർന്നു മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉപയോഗം എന്തോന്ന് ചോദിച്ചാ ഒന്നുമില്ല. പേരെങ്കിലും അറിയാൻ പറ്റില്ല. പേര് ഇന്നലെ ആ ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു, മറന്നുപോയി. അമുക്കി വെക്കാതെ ഇത് എന്ത് ചെടിയാണോ അറിയത്തില്ല എനിക്ക്. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ നടന്ന ചെടിയുടെ മൂട് വെച്ച് അമുക്കി വെച്ചേക്കുന്നു. നമുക്ക് എന്താ അമ്മയ്ക്ക് കൂടെ അമുക്കാമോ? അങ്ങനെ അമുക്കണോ? ശ്വാസം മുട്ടില്ലേ? വാവ്, അച്ചടാ, കൃത്രിമ ശ്വാസം കൂടെ. ഇത് കിളിച്ചിട്ട് അത് കിളിച്ചില്ലെങ്കിൽ നാണക്കേടാ. ഇത് മൃദുലയുടെ തന്നെയാണ്. പേരിട്ട് മൃദുലേ, പേരൊക്കെ വേണോ? എന്നാ ഇത് രമേശ്, ഇത് സുരേഷ്. രമേശ് സുരേഷ്. സുമേഷ് ആണ് നല്ല കിടിലായിട്ട് വരുന്നത്. നോക്കേ. ഓ ഓ, ആന്തേ കയ്യില് മണ്ണാക്കൂലേ? ആ ചിരട്ട ഇങ്ങോട്ട് മാറ്റി. അത് അറിയണം, ആ ചെടി അറിയണം ആരാ നട്ടേന്ന്. അപ്പൊ കൈ വെച്ച് നടണം. ഏട്ടന്റെ കൈയുടെ ചൂട് അറിയണം. നല്ല ഇലയാണ്. കോമ്പറ്റീഷൻ ആരുടെയാണ് ഏറ്റവും വളർന്നത്? അതാ അറിയാം. അപ്പൊ ഗൈസ്, ഇത് രണ്ടും നോക്കിക്കോണേ. ഇത് എന്റേതാണ്, അത് മൃദുലയുടെ. ഏറ്റവും ഞാനായിരിക്കും ഇതിനെ കെയർ ചെയ്യുന്നത്. രാത്രിയിൽ വന്ന് പിഴുതി മാറ്റി വെക്കരുത്. ഇല്ലില്ല, ഇതിനെ ഞാൻ കെയർ ചെയ്ത് നോക്കി. നിങ്ങൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്നത് നമ്മളെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏട്ടാ ഇതിന് വെള്ളം ഒഴിക്കും, അപ്പൊ ഇതിന് വെള്ളം ഒഴിക്കും? രണ്ടിനും ഒഴിക്കുക, അങ്ങനെ ഒഴിക്കാതിരിക്കത്തില്ല. നമ്മളങ്ങനെ മറ്റേ ഈ വേറ്റിർത്തിയം കാണിക്കത്തില്ല, ഒരേപോലെ അത് കാണിക്കത്തില്ല. നമ്മൾ ഒരേപോലെ നോക്കി ഒരേപോലെ വെള്ളം ഒഴിക്കും. ആരടുത്ത് ചോദിച്ചിട്ട് എന്റെ ചെരുപ്പ് എടുത്തിട്ടത്? എന്റെ ചെരുപ്പ്. പിന്നെ തൂക്കാൻ പിന്നെ കൊറേ പൊറോട ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. കൂടുതലേ ശരിയേ ഉള്ളൂ, 4, 3, 7 കരിയിലേ ഉള്ളൂ. സ്വാമി അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ, കേട്ടോണ്ട് കിടക്കുന്നേ. അയ്യപ്പന്റെ പാട്ടൊക്കെ ഇട്ട് പാട്ട് കൂടെ പാടി അവനെ വെറുപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. വിളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കേട്ടു, ഇവിടെ ഒരാൾ റെക്കോർഡിനേക്കാളും ഉറക്കെ പാടുന്ന ഒരാള്. ചെറുക്കൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓ വടിയായിട്ട് എറി അവനാ. ഓ എന്തുവാ ഇങ്ങനെ കരയുന്നേ? എന്റെ അമ്പുമോൻ എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? കണ്ട കാര്യം പറയുമ്പോ കരയിരിക്കുന്നുണ്ട. എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മച്ചി വന്നല്ലോ, അമ്മച്ചി വന്ന്. ഇനി കരയണ്ട കേട്ടോ. അതെ, നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. ഇന്ന് ഇതാ ഈ സുനാപ്രി കാണാതെ പോയേട്ടാ. ഇത് നോക്കിയപ്പോ അയ്യത്ത് കിടക്കുന്നു. കാരണം ഇത് വാഴത്തില്ല കേട്ടോ. ഈ സാധനം എനിക്ക് തോന്നുന്നു ഒരു 150 തൊട്ട് തറയുണ്ട്. കാരണം ഇത് അമ്പൂട്ടിന് ഇഷ്ടമല്ല. ഇത് എവിടെ നെഞ്ചത്ത് വെച്ചാൽ അടിച്ച് കളയാമെന്ന് ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തി ഇനി മാലയാക്കി ഇടാം. ഇതിന്റെ കൂടെ തന്നെ മാല വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഈ ബ്രാൻഡൊക്കെ മുൻകൂട്ടി കണ്ടു. ഇതിന്റെ മാഗ്നറ്റിന് അത്ര പവർ ഇല്ല. നമ്മുടെ ഡിജെയുടെ ആണെങ്കിൽ നല്ല പവറാ മാഗ്നറ്റിന്റെ. മാഗ്നറ്റ് ഇത് കാണാതെ പോവാൻ. എന്റെ തല ചെറുതല്ലേ, വലുതാക്കണം. നമ്മൾ ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത്
ഗോതമ്പ് ബ്രെഡ് വിത്ത് എഗ് ആരും ചെയ്യാത്ത സിമ്പിൾ റെസിപ്പിയാണ് സുഹൃത്തുക്കളെ. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ബ്രെഡോ മുട്ടയോ ഒന്നും ഹെവി ആയിട്ടൊന്നും തിന്നാനും താല്പര്യമില്ല, ഒരു മൂഡും ഇല്ല തിന്നാൻ. ഇല്ല ഈ പ്രത്യേക ചില ദിവസം ഇങ്ങനെയാണ്, തിന്ന ഒരു മൂഡ് കാണത്തില്ല. ഏട്ടൻ സംസാരിക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അമ്പൂട്ടോ 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 അമ്പൂട്ടോ. ചുമ്മാ ഇതങ്ങ് ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഈ റൗണ്ടൊക്കെ ഇട്ടത്? ചുമ്മാ ഒരു ഷോ. ഓക്കെ യെസ്. സൂപ്പർ ടേസ്റ്റാ ബ്രദറെ, വാ വന്ന് കഴിച്ച് നോക്ക്. കണ്ണുവിടല്ലേ എന്റെ ഡിഷിനെ. അത് ഒരെണ്ണം പാളിയിരിക്കുകയാണ്, അതുകൊണ്ട് അത് അപ്പുറത്തിരിക്കണം. ഇടണം വേണ്ടി വന്നിരുന്ന കയ്യിൽ നിന്ന് പോയേ കല്ലി വീണ്, അതുപോലെ ഞാൻ കഴിക്കും. ഇത് നിന്റെ കേട്ടോ. ഇത് ഇച്ചിരി ചാടിപ്പോയി, ഇതിന്റെ അത് ഗ്രേവി ഇച്ചിരി ചാടിപ്പോയി പുറത്ത്. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇന്ന് ഡയറ്റ് ഫുഡാണ്. അയ്യോ ജ്യൂസ് തന്നില്ലല്ലോ. ഈ ജ്യൂസില് ഷുഗർ ഇല്ല. ഇതാ മറ്റേ റോ ജ്യൂസാ. അതിനകത്ത് ഷുഗർ ഉണ്ടെങ്കിലും അതിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും മറ്റേതിന്റെ അത്ര പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന കഴിച്ചു. അവന്മാരൊക്കെ എന്തൊക്കെ കാട്ടോ ഇട്ടാന്ന് ഉണ്ടാക്കുന്ന നാക്കറിയാം. എലി മുതലേ ഇത് യൂറോപ്പിലെ ആൾക്കാരെ പോലെ കഴിക്കണം. ഞാൻ ആലോചിച്ചു, ഞാൻ കൈവച്ച് തിന്നാൻ നോക്കിയപ്പോ സ്പൂണ്, എന്നാ പിന്നെ സ്പൂണിൽ തിന്നേക്കാം. അയ്യോ കഴിക്കല, അങ്ങനെ കഴിക്കല്. അതെടുത്തിട്ട് അതിൽ മുക്കണം. അതിനാണ് അത് അങ്ങനെ അടിച്ചിരിക്കുന്നത്. അങ്ങനെ കഴിക്കരുത്. അപ്പൊ പിന്നെ കൈ എടുക്കണ്ടേ മുക്കാൻ? ആ കൈയല്ല, അങ്ങനല്ല. കൈ എടുത്ത് മുക്കത് എടുത്ത് മുക്ക്. ആ മുക്ക്. ഇനി തിരിച്ച് സ്പൂണി പോയി. അതിന് സ്പൂണി കഴി. എന്തൊക്കെയാണോ എങ്ങനെ കഴിക്കുന്നത് ഇതൊക്കെ. എന്ത് കാട്ട ഉണ്ടായി കൊടുത്താലും ആട്ടക്കാട്ട കൊടുത്തിട്ട് അവിലോസ് ഉണ്ടെന്ന് പറഞ്ഞാല് മൃദുല അത് കഴിക്കും. അതാണ് എന്റെ പെണ്ണുപിള്ള. ഐ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. ഫുഡിന് ഞാൻ കുറ്റം പറയുന്നു. ചേഴ്സ് അടി മുതലേ. ജ്യൂസിൽ ചേഴ്സ് അടി. ചേഴ്സ്. ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് അറിയോ ഗൈസ്? നമ്മളിങ്ങനെ ചുരുട്ടണം എല്ലാം കൂടി. മഞ്ഞ ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല ചിലർക്ക്, ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. നമ്മൾ ഈ ഒരു വ്ലോഗ് വൈൻഡപ്പ് ചെയ്യണം. ബ്രെഡും കഴിച്ചുകൊണ്ട് നിങ്ങളും പോയി ഡിന്നറൊക്കെ കഴിക്ക്. പോയി ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.